മിനിസ്റ്റർ, ഇതുവരെയുണ്ടായ അല്ലെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ തിരച്ചിലിനെ കുറിച്ചുള്ള? കഴിഞ്ഞ 3 ദിവസമായി തുടർന്നു വന്ന അതേ സിസ്റ്റം തുടരുന്നതോടൊപ്പം വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഈ പാലത്തിനടുത്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 4 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യും. മറ്റു സ്ഥലത്ത് എല്ലാ സേനകളുടെയും വ്യത്യസ്തങ്ങളായ പരിശോധനകൾ നടത്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഓപ്പറേഷണൽ പരിപാടികൾ നടക്കുന്നുണ്ട്, ഒരുക്കങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. അത് കാര്യക്ഷമമായി നടത്താനുള്ള സഹകരണമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ആ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സന്നദ്ധ സേനാ പ്രവർത്തകരും സഹായിക്കുന്നവരും ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് സഹായിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി നമുക്ക് അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുക. ആ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ 1500ഓളം ഔദ്യോഗിക സേനാ വിഭാഗങ്ങളാണുള്ളത്. അവരെ സഹായിക്കാൻ 1500 വളണ്ടിയർമാരെ നമ്മൾ അത് 2 ദിവസമായിട്ട് അങ്ങനെയാണ് 1500 പേരെ കടത്തിവിട്ടു. പിന്നെ കൂടുതൽ ആവശ്യമുണ്ടെന്ന് അവർ അറിയിച്ചാൽ ഇവിടെ ലഭിക്കുന്ന സന്നദ്ധ ഭടന്മാരെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നതിനും യാതൊരു തടസ്സമില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ റിസർവായിട്ട് ഇവിടെ നിൽക്കാം. പക്ഷെ എല്ലാവരും അങ്ങോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. കാരണം 3000-ലധികം പേര് ആ സ്ഥലത്ത് ഉണ്ടാകുന്നത് അതത്ര നല്ല കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ നിയന്ത്രണമൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിനാണല്ലോ വേണ്ടത്. നമ്മൾ മാൻ പവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി അവരുടെ സേവനം നമുക്ക് കിട്ടുക. ആ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഭക്ഷണം എനിക്ക് മാധ്യമപ്രവർത്തകന്മാരോട് അപേക്ഷിക്കാനുള്ളത്, ഞങ്ങളുടെ ഭക്ഷണ പോയിന്റുകൾ പോയി നോക്കുക, അവിടെ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ നോക്കുക. ഇന്നിപ്പോൾ രാവിലെ 6 മുതൽ ഈ 3000 പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വരുന്നവരല്ലേ. അപ്പോൾ അതിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം അവർക്ക് വിതരണം ചെയ്യുന്നതിന് തടസ്സമില്ല. അതവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചതിന് ഈ പറഞ്ഞ ഇത് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന ഒരു മേഖല ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവർക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ, ബാക്കി സംസ്കാരം കൂടി നടക്കുകയാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ. അതിനെക്കുറിച്ച് അല്ല, ഇതുവരെയും ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ലാത്തതും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ മൃതദേഹങ്ങൾ ഇന്നലെ മുതൽ മറവ് ചെയ്തു തുടങ്ങി. മിനിയാന്ന് വൈകുന്നേരം കൽപ്പറ്റയിൽ 3 എണ്ണവും ഇന്നലെ വൈകുന്നേരം മേപ്പാടിയിൽ ഇവിടെ തന്നെ ഹാരിസണിൻ്റെ സ്ഥലത്ത് 8 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇന്ന് ബാക്കിയുള്ളവ കൂടി സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്.